അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الذي സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മ പെങ്ങന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സാലിഹായ ഒരു അമലാക്കി മാറ്റുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന ഒരു അമലാക്കി അല്ലാഹു മാറ്റുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളും എല്ലാവരും. ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, ജോലിക്ക് പോവാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ട്, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കച്ചവടം ചെയ്യുന്നവർ കച്ചവടമില്ല, കസ്റ്റമറില്ല, ആൾ വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പല പ്രയാസങ്ങളും പരാതികളും ഒക്കെയാണ് എല്ലാവർക്കും ഇന്നുള്ളത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും ഇസ്സത്തും നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന 2 ദിക്റുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന, സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ദിക്റുകളാണ്. സഹാബത്ത് വഴി താബീങ്ങൾ വഴി നമ്മളിലേക്ക് എത്തിയതാണ്. കിതാബുകളിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ അദ്കാറുകളാണ്, ദിക്റുകളാണ്. ആകെ 2-3 മിനിറ്റ് വേണ്ട ഈ ദിക്ർ ചൊല്ലാൻ, കുറച്ച് എണ്ണം മാത്രമുള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല അത് ചൊല്ലുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും ആരെങ്കിലും ഈ ദിക്ർ 7 തവണ ചൊല്ലിയാൽ അയാളുടെ എല്ലാ മാനസിക വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റിക്കൊടുക്കുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മറ്റാരുമല്ല പറയുന്നത്, ജീവിതത്തിൽ ഒരു കളവ് പോലും പറയാത്ത, നാവ് കൊണ്ട് കളവ് പറയാത്ത, ലോകത്തിനെ സൃഷ്ടിക്കാൻ കാരണദൂതനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഓ സഹാബ, ഈ ദിക്ർ നിങ്ങൾ ആരെങ്കിലും
രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ എത്ര തവണ? 7 മർറാ, 7 പ്രാവശ്യം ഈ ദിക്ർ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ പതിവാക്കിയാൽ അയാളുടെ, ആ പതിവാക്കുന്ന ആളുടെ എല്ലാ മാനസിക പ്രയാസങ്ങൾ, വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ മേലിൽ പോലും തമാശക്ക് പോലും സലാത്ത് ചൊല്ലിയാൽ പുണ്യമുള്ളതാണെന്ന് പഠിപ്പിച്ചതും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ദിക്ർ എല്ലാവരും ജീവിതത്തിൽ എന്താണ്? ദിവസവും ചൊല്ലുക. രാവിലെയും വൈകുന്നേരവും, പറ്റുമെങ്കിൽ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം 17 തവണ ഈ ദിക്ർ ചൊല്ലിയാൽ അതിന് മഹത്തമേറിയ പ്രതിഫലമുണ്ടെന്നും പറയുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്നാണ് ഈ ദിക്ർ. ഈ ദിക്ർ 7 തവണ രാവിലെയും വൈകുന്നേരവും മുത്തു മുഅ്മിനീങ്ങളെ നമ്മൾ പതിവാക്കേണ്ടതാണ്. നമ്മളെല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരുന്നതാണ്. ഇത് ചൊല്ലുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു ദിക്ർ ഹിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു തന്ന ഒരു ദിക്റാണ്. ഹിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന് ജീവിച്ചിരിപ്പുള്ള നബിയാണ്. ഹിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു തന്ന ഈ ദിക്ർ പ്രയാസങ്ങൾ മാറും, ഉറപ്പാണെന്ന് പറയുന്നു. മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്താനും നിങ്ങളും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഹിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ദിക്ർ എല്ലാ പ്രയാസങ്ങളും മാറും, ഉറപ്പാണെന്ന് എന്താണ് മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ പറയുകയാണ്. ഇത് ചൊല്ലിയിട്ട് അനുഭവസ്ഥരായിരിക്കുന്ന പണ്ഡിതന്മാരാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും ജീവിതത്തിൽ ഇത് പകർത്താൻ നമ്മുടെയൊക്കെ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നത്. ഞാൻ അറിഞ്ഞത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരുക എന്ന് മാത്രമാണ്. കിതാബുകളിൽ നിന്ന് കാണുന്നതാണ്. കിതാബിൽ നിന്ന് കണ്ട നമ്മളിങ്ങനെ കിതാബുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ കിതാബിൽ കാണുന്ന ഓരോ ദിക്റുകൾ, ഫളായിലുകൾ, അതിൻ്റെ മഹത്വങ്ങൾ എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ്. എനിക്ക് കിട്ടിയൊരു അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങളൊക്കെ ചെയ്തു നോക്കുക ഇൻഷാ അല്ലാഹ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതാണ്, നമ്മൾ ചെയ്തിട്ട് ഞാൻ ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു എനിക്ക് ചെയ്തു തരുന്നുണ്ട്. ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അതുപോലെ നമ്മളും എന്ത് ചെയ്യുക? പകർത്തുക, ജീവിതത്തിൽ നിത്യമാക്കാൻ ശ്രമിക്കുക. ഹിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഈ ദിക്ർ എല്ലാ പ്രയാസങ്ങളും മാറുമെന്നാണ്. ഈ ചെറിയ ദിക്ർ 3 വട്ടം ചൊല്ലിയാൽ രക്ഷപ്പെടും എന്നാണ് ഹിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. ഹിളർ 7 വട്ടം ചൊല്ലിയാൽ രക്ഷ. ഹിളർ നബി പഠിപ്പിച്ച ദിക്ർ
സഹിക്കാനാവാത്ത പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ എല്ലാം ഈ ദിക്ർ പതിവാക്കിയാൽ സാഫല്യമാകും, ഐശ്വര്യപ്പെടുമെന്ന് ഹിളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. ഈ ഇസ്മ എന്താണ്? നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ വെറും 3 പ്രാവശ്യം ചൊല്ലിയാൽ മതി. നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ, ഉമ്മമാരെ, നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ദിക്ർ നിങ്ങൾ 3 വട്ടം ചൊല്ലി ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്ക് ഒരുപാട് പുണ്യമാണ്. ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടാൻ നമുക്കൊരു കാരണമാകും ഇൻഷാ അല്ലാഹ്. ഏതാണ് ആ ദിക്ർ? ഞാൻ പറഞ്ഞു തരാം. യാ ലത്തീഫു ബിഖൽഖിഹി യാ അലീമുൻ ബിഖൽഖിഹി യാ ഖബീറുൻ ബിഖൽഖിഹി ഉൽതുഫ് ബി യാ ലത്തീഫ് യാ അലീം യാ ഖബീർ യാ ലത്തീഫൻ ബിഖൽഖിഹി യാ അലീമുൻ ബിഖൽഖിഹി യാ ഖബീറുൻ ബിഖൽഖിഹി ഉൽതുഫ് ബി യാ ലത്തീഫ് യാ അലീം യാ ഖബീർ. ഈ ഇസ്മിനെ നമ്മൾ എന്താണ് 3 വട്ടം നമ്മൾ ദിവസവും ചൊല്ലിയാൽ നമ്മുടെ പ്രയാസങ്ങളെ, സഹിക്കാനാവാത്ത പ്രയാസങ്ങളെ, ദുഃഖങ്ങളെ, സങ്കടങ്ങൾ എല്ലാം മാറും. ഈ ദിക്ർ പതിവാക്കുക. ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് 3 വട്ടം ചൊല്ലിയാൽ മതി. ദിവസം 3 വട്ടം. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് രാത്രി കിടക്കാൻ നേരത്ത് 3 പ്രാവശ്യം ഈ ദിക്റുകൾ ചൊല്ലിയാൽ നമ്മളുടെ എന്താണ് സഹിക്കാനാവാത്ത പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ എല്ലാം അല്ലാഹു മാറ്റിത്തരും ഇൻഷാ അല്ലാഹ്. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോട് ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ, ഞാനും നിങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുക ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ ഒരു അമലാക്കി മാറ്റുമാറാവട്ടെ. റഹ്മാനുർ റഹീമീനായ റബ്ബ് നമ്മളുടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ഇസ്സത്തും നൽകുമാറാവട്ടെ. ജോലിയില്ലാത്തവർക്ക് അല്ലാഹു ജോലി നൽകുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ അല്ലാഹു, പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. രോഗികളുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ സ്വാലിഹത്തായ മക്കളാക്കി മാറ്റുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു സ്വാലിഹത്തായ സന്താനങ്ങൾ നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ എല്ലാം നീക്കി, ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി എല്ലാത്തിനും രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നുള്ള വസിയ്യത്തോടെ ഇൻഷാ അല്ലാഹ് ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപകാരങ്ങൾ, ഇത് ചൊല്ലിയിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾ അറിയിക്കണമെന്ന്, കമൻറ്റിലൂടെ അറിയിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് ചൊല്ലി നോക്കി ഇൻഷാ അല്ലാഹ് മഹാന്മാരായിരിക്കുന്ന അംബിയാ ഔലിയാക്കന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്തു സലാമത്ത് നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. നാളെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ദിക്ർ പഠിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.